വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയായി. ഡോക്ടർ സിസ തോമസിനെ KTU VC ആയി നിയമിച്ചു. ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും നിയമിച്ച ലോക് ഭവൻ ഇന്ന് ഉത്തരവിറക്കി. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ്, ശരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടു, ആ ചർച്ച ഫലം കണ്ടു എന്നാണോ നമുക്കിപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം? തീർച്ചയായും എസ് കെ, ഈ വിജ്ഞാപനത്തിലൂടെ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെയാണ് സുപ്രീം കോടതി കേസ് സുപ്രീം കോടതിയിൽ സ്വന്തം നിലയിൽ നാളെ VC-മാരെ നിയമിക്കും. അതിനുവേണ്ടിയുള്ള നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് അസാധാരണവും ഒരുപക്ഷെ നിർണായകവുമായ നീക്കം ഇപ്പോൾ ലോക് ഭവൻ നടത്തിയിരിക്കുന്നത്. സിസ തോമസിനെ, അതായത് രാജ്ഭവനും ലോക് ഭവനും ഗവർണർക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി 4 വർഷത്തേക്ക് നിയമിച്ചിരിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെ നിയമിച്ചിരിക്കുന്നു. സജി ഗോപിനാഥ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. 2 ദിവസം മുൻപാണ് മുഖ്യമന്ത്രി നേരിട്ട് ലോക് ഭവനിലെത്തി ഗവർണറുമായി ചർച്ച നടത്തിയത്. അത് ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷം 1.5 മണിക്കൂറിന് ശേഷം വീണ്ടും ഗവർണറുമായി ചർച്ച നടത്തി. അതിലാണ് ഈ ഒരു സമവായ ഫോർമുല ഉരുത്തിരിഞ്ഞത്. ആദ്യഘട്ടത്തിൽ സിസ തോമസിനെ ഒരു കാരണവശാലും നിയമിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി എടുത്തിരുന്നു. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഈ കഴിഞ്ഞ കുറെ കാലമായി, കൃത്യമായി പറഞ്ഞാൽ 3 വർഷമായി സിസ തോമസും സർക്കാരും തമ്മിൽ കൃത്യമായി പോരാട്ടം നടക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യമായ ഒരു സർക്കാർ 2 വശത്ത് നിന്ന് കൃത്യമായി സർക്കാരിനെതിരെ ഒരു ഭാഗത്ത് നിന്ന് സിസ തോമസ് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സിസ തോമസിനെ ഒരു കാരണവശാലും നിയമിക്കാൻ കഴിയില്ല എന്നും നേരത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് അധ്യക്ഷനായ സമിതി നൽകിയ 4-അംഗ സമിതിയിൽ സിസ തോമസിന്റെ പേര് 2 സർവകലാശാലയുടെയും VC-മാരായി പരിഗണിക്കാം എന്നുള്ള സൂചന നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ 2 സർവകലാശാലയുടെ ചുരുക്ക പട്ടികയിലും നോട്ട് ക്വാളിഫൈഡ് എന്നായിരുന്നു സർക്കാർ, അതായത് മുഖ്യമന്ത്രി എഴുതി ചേർത്തത്. അതിനുശേഷമാണ് ഇത്തരമൊരു സമവായത്തിലേക്ക് എത്തിയത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ, സുപ്രീം കോടതി നാളെ ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ഇടപെടൽ ഉണ്ടാകുമോ, അതിന് നിയമസാധുതയുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഈ വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നു. സിസ സാങ്കേതിക സർവകലാശാലയിൽ 2ാമത് VC-ആയി നിയമിതയായിരിക്കുന്നു. നേരത്തെ സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെ VC-ആയി നിയമിച്ചതാണ്. അതിനുശേഷം മറ്റ് പ്രശ്നങ്ങൾ കാരണം സിസ തോമസ് പുറത്തു പോകേണ്ടി വന്നു. സമാനമായി സജി ഉമേഷ്, ഒരു ചെറിയ പ്രശ്നം, അതായത് ഇവര് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ലോക് ഭവനും തമ്മിൽ ഒരു സമവായം ഉണ്ടാകില്ല എന്നതുകൊണ്ടാണല്ലോ ഈ സെർച്ച് കമ്മിറ്റിയുടെ ആളിന്റെ പേര് ചോദിക്കുകയും സുപ്രീം കോടതി തന്നെ വൈസ് ചാൻസലർ നിയമിക്കും എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നാളെയാണ് അത് സുപ്രീം കോടതിയിൽ വരുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ സമവായം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നിയമനം നടത്തിയാൽ അത് സുപ്രീം കോടതി അംഗീകരിക്കണമെന്നുണ്ടോ? നിയമ വിദഗ്ധന്മാർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായും മിസ്കിൻ, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. നിയമവിദഗ്ധരുമായി ഇനിയും കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. നിലവിൽ സുപ്രീം കോടതി ജസ്റ്റിസ് ഒരു പേര്, അതായത് സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം ഒരാളുടെ പേര് വീതം, അതായത് നിയമിക്കാൻ വേണ്ടി സുപ്രീം കോടതി നേരിട്ട് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഓരോ VC-മാരെ നിയമിക്കാൻ വേണ്ടി ഓരോ പേര് വീതം നൽകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ജസ്റ്റിസ് ദൂലിയയ്ക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു സെർച്ച് കമ്മിറ്റിയിൽ തുടർന്ന് സിറ്റിംഗ് നടത്തുകയും ആ സിറ്റിംഗിൽ ഒരാളുടെ പേര് ജസ്റ്റിസ് ദൂലിയ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ സുപ്രീം കോടതിയിൽ സീൽ വെച്ച കവറിൽ ഇന്ന് തന്നെ ആ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. നാളെ സുപ്രീം കോടതി നിയമനം നടത്താനിരിക്കെയാണ് ഒരുപക്ഷെ അസാധാരണവും ഒരുപക്ഷെ നിർണായകവുമായ ഒരു നീക്കം ലോക് ഭവനിൽ നിന്നുണ്ടായത്. അതിന്റെ നിയമസാധുത എത്രത്തോളമാണ്, സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതോ ഈ സർക്കാരും ലോക് ഭവനും തമ്മിലുള്ള ഈ ഒരു ചക്രത്തിൽ പോരാട്ടം അത് അവസാനിക്കുന്നതിൽ സുപ്രീം കോടതിയും അംഗീകരിക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നുള്ളതെല്ലാം ഇനിയാണ് അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.